ഇതിന്റെ ഭ്രമം എല്ലാവർക്കും അറിയാം. എന്നാലും ഇവിടെ വന്ന് ഇപ്പൊ ഇത് സെറ്റപ്പ് ചെയ്ത ശേഷം ഉണ്ടാക്കിയ ആദ്യത്തെ ഡിഷ് ഏതാ സർ? ആണോ? അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടന്റെ വൈറലായ ബനാന ഡെസേർട്ട് ആണ്. നല്ല പഴുത്തൊരു ഏത്തപ്പഴം എടുത്ത് ഇതുപോലെ സ്ലൈസ് ചെയ്യുക. എന്നിട്ട് ചൂടായ നെയ്യിലേക്ക് ഇതുപോലെ ഓരോ സ്ലൈസ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി, കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട്, പിന്നെ കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കുക. പഴം ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു സാധനം ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്, റമ്മാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി മെയിൻ ആയിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് വാനില ഐസ്ക്രീമാണ്. ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഓരോ സ്കൂപ്പായിട്ട് ഇട്ട് കൊടുക്കുക. ഫൈനലി അതിന്റെ പുറത്തേക്ക് കുറച്ച് ഹണിയോടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല ഇതിന് കിട്ടുന്നത് കേട്ടോ. ആ വാനില ഐസ്ക്രീമിന്റെയും ആ ബനാനയുടെയും ഒക്കെ ആ കോമ്പിനേഷൻ വരുമ്പോ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവര് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണേ.